എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്? ഞങ്ങൾ ജനമിത്ര അതിൻ്റെ ഇന്നർ കോർ നടത്തിയ റിസർച്ചുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. കേരളത്തിൻ്റെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞത് ദീർഘവീക്ഷണവും ലക്ഷ്യബോധവും ആർജവവുമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വവുമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അവർ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നവരും വലിയ അറിവുള്ളവരും വലിയ മിടുക്കന്മാരും ഒക്കെയാണ്. പക്ഷേ കാര്യം എന്നാന്ന് ചോദിച്ചാൽ കാര്യം അറിയാവുന്നേ ഉള്ളൂ. ഇതെങ്ങനെ നടത്താമെന്നുള്ള ആർജവമില്ലെന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഒരു പ്രധാന പ്രശ്നം. 90% ആളുകൾക്കും പൊതുമുതൽ എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ള മനോഭാവമാണ്. അങ്ങനെ മാറ്റുകയും ചെയ്യും അവർ. ബാക്കി 10% ആളുകൾ നിസ്സഹായരോ നിർഗുണരോ ആണ്. ഇനി നിലവിലുള്ള രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ, സമരങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കൽ ഒക്കെയാണെന്ന് അവർ ചിന്തിക്കുന്നത്. പുതിയ പിള്ളേർ ഈ വളർന്നു വരുന്നവർ ചിന്തിക്കുന്ന പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, പൊതുമുതൽ നശിപ്പിക്കലുകൾ, പരുക്കുകൾ, ആ ചോര വാരി തലയിലെല്ലാം തീർക്കുന്നു, ഇതെല്ലാം നേതൃത്വത്തിലേക്ക് വരാനുള്ള വഴികളാണെന്ന് അവർ ചിന്തിക്കുന്നത്. സത്യത്തിൽ ജനത്തിൻ്റെ മുമ്പിൽ ഇവർ അപഹാസ്യരാകുക എന്ന് ഇവരറിയുന്നില്ല. പണത്തിനും മദ്യത്തിനും സ്ത്രീകൾക്കും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ഏതമ്മയെ കെട്ടി അപ്പനെയും കാലേ വാരാൻ ഒരു മടിയില്ല ഇവന്മാർക്ക്. ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം അത്. അടുത്തത്, അധികാര കേന്ദ്രങ്ങളെ കൊണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ശക്തി, എൻ്റെ കാര്യം മാത്രം എന്ന സങ്കുചിത ചിന്ത. എൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്നവന് ഞാനൊരു വീതം കൊടുക്കും, അല്ലെ ആർക്കൊന്നും കൊടുക്കില്ല. വേറൊരു കാര്യം, നമ്മുടെ രാഷ്ട്രീയക്കാർ പൊതുജനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുള്ള അഭിനയമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് 4 പേര് സിനിമയിലോട്ട് ചെല്ലുവാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വീട്ടിൽ പോകേണ്ടി വരും. അത്രയും കിടിലൻ അഭിനേതാക്കൾ ഇതിനകത്തുണ്ട്. എന്ത് കാര്യത്തെ സമീപിച്ചാലും അതിൽ നിന്ന് വ്യക്തിപരമായ ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള അവരുടെ താല്പര്യം. വേറൊരു കാര്യം, നല്ല കാര്യങ്ങൾ, LDF ചെയ്ത നല്ല കാര്യത്തെ നല്ലതാണെന്ന് നമ്മൾ പറയണം, UDF നല്ല കാര്യങ്ങൾ ചെയ്ത് അത് പറയണം, BJP ചെയ്ത് അത് പറയണം. പക്ഷേ നല്ല കാര്യം ആര് ചെയ്താലും ഞങ്ങളതിനെ സമ്മതിക്കുകയില്ല, ഞങ്ങളതിനെ എതിർക്കുകയും ചെയ്യും. ഞങ്ങൾ ഭരണത്തിലോട്ട് വന്നാൽ ആ പദ്ധതിയെല്ലാം മരവിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രശ്നം. പകുതിയാക്കി വെച്ചിരിക്കുന്ന അവിടെ കിടക്കും. വേറൊരു കാര്യമുള്ളത്, ഈ സത്യവും നീതിയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ വന്നാൽ കൂട്ടം ചേർന്ന് ചതിച്ച് അവരെ ഇല്ലെന്നാക്കി കളയും. ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ടി കിടക്കുന്ന ചില കളികൾ. ഇതിനെന്താ പരിഹാരം? പരിഹാരം ദീർഘവീക്ഷണം. അടുത്ത 100 വർഷം എന്തു സംഭവിക്കും എന്ന് ദീർഘമായി കാണാൻ കഴിവും ലക്ഷ്യബോധവും. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറുക, ഈ വണ്ടി അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോവുക. പിണറായി 4 ടയറും ഇല്ലാത്ത വണ്ടി 10 വർഷം ഉന്തിക്കൊണ്ട് വന്നതുപോലെ VD സതീശൻ കയറി വീണ്ടും 5 വർഷം അങ്ങോട്ട് ഉന്തുന്നു. 5 വർഷം കഴിയുമ്പം വേറെ ആരെങ്കിലും വന്ന്, അല്ലെങ്കിൽ പിണറായി തന്നെ ആണെങ്കിലും വന്ന് വീണ്ടും ഉന്തുന്നു. അങ്ങനെ ഉന്തുമ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് 5% താഴെയുള്ളവരും വീതിച്ചെടുക്കുമെന്നുള്ളത് ഇവർക്കൊരു ലക്ഷ്യബോധമുള്ള. അതിനപ്പുറത്തോട്ടൊന്നും ഇവർക്ക് ലക്ഷ്യബോധമൊന്നുമില്ല. ഒന്നാമത് ദീർഘവീക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് ലക്ഷ്യബോധം ഇല്ലാത്തത്. സത്യസന്ധതയും സുതാര്യമായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ പുതുതായിട്ട് വാർത്തെടുക്കണം. ദീർഘവീക്ഷണം വേണം, ലക്ഷ്യം വേണം, സത്യസന്ധതയുള്ളവരായിരിക്കണം, സുതാര്യതയുമുള്ള ഒരു നേതൃത്വത്തെ വാർത്തെടുക്കണം. ആവശ്യമായ ബോധവൽക്കരണം നടത്തി സേവന സന്നദ്ധരായ, മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, മൂല്യങ്ങളിൽ വളർന്നു വന്ന വ്യക്തികളെ കണ്ടെത്തി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണം. പെരും ക്രിമിനലുകളെയും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവനെയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം അവൻ പഠിച്ചതേ പാടൂ. സേവനം എന്ന് സമർപ്പണമുള്ളവരെ മാത്രം ജനപ്രതിനിധികളാക്കി മാറ്റണം. ഇനി മുന്നിലോട്ട് കേരളത്തിന് നിലനിൽക്കാൻ അതല്ലാതെ ഒരു വഴിയില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അതിന് രാഷ്ട്രീയക്കാരൻ ഒരിക്കലും തടസ്സമാകരുത്, പ്രത്യുത പ്രോത്സാഹനമാകണം. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ഒരുത്തം ചെന്നാൽ പറയണം, നീ കാണിച്ചത് കൊള്ളരുതായിക്ക് ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യല എന്ന് പറയാമെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾ വളരെ മനോഹരമായി മാറും. അതായത് നാട്യങ്ങളില്ലാത്ത പച്ച മനുഷ്യരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. അകത്തും പുറത്തും ഒരാളായിരിക്കുന്നവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് ഈ പത്തനംതിട്ട റാന്നി സൈഡിൽ ഒരു മീറ്റിംഗ് വെച്ച് പിണറായിയോട് ഒരാൾ ചോദിച്ചു, സഖാവേ ഒരു ചോദ്യമുണ്ട്,
ആ ചോദ്യം ചോദിച്ച് തീരുന്ന ആ സെക്കൻഡിൽ പുള്ളി മറുപടി പറഞ്ഞു, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന്. അതെന്നാ കാര്യം എന്നറിയോ? ഇയാൾ ഈ നേരത്തെ PR വർക്കുകാർ എഴുതി കൊടുത്ത കാര്യങ്ങൾ വായിക്കുന്ന അഭിനേതാവാണ് പുറത്ത്. അകത്ത് പക്കാവല്ലാത്ത സാധനമാണ്. ആ അകത്ത് കിടക്കുന്ന സാധനമാണ് പറഞ്ഞേ, സഖാവേ ഒരു ചോദ്യമുണ്ട്, അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 82 വയസ്സുള്ള മനുഷ്യനാണ്, ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു. സാധാരണ മനുഷ്യൻ ആ ചോദ്യം എന്നതാണെന്ന് ചോദിക്കുകയുള്ളൂ, അതിനൊരു മറുപടി ആലോചിച്ച് വരാൻ പോലും സമയമെടുക്കും. പക്ഷേ ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ അയാളത് പറഞ്ഞത്. അതിൽ 2 മനുഷ്യനാണ്. PR എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന 1ാം ക്ലാസ് അഭിനേതാവ് പുറത്ത്, അകത്ത് നല്ല പാക്ക മാറിയ ഒരു സാധനം. അങ്ങനെ ആകരുത്. പിന്നെ വ്യവസായങ്ങളോടും വ്യവസായ സംരംഭങ്ങളോടും സംരംഭകരോടും നിഷേധാത്മക നിലപാടുകളുള്ള വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നാട്ടിൽ നിന്ന് ഓടിച്ചു കളയണം. അത് ഈ നാട് നശിപ്പിച്ചു കളയും. ഈ ട്രേഡ് യൂണിയൻ ചിന്താഗതികൾ നാടിൻ്റെ നാശത്തിനാണെന്ന് മനസ്സിലാക്കി സകല ജനവും അതിൽ നിന്ന് പിൻവാങ്ങിയേ മതിയാവും. അത് ചുരുക്കം ചിലരുടെ മാത്രം സമ്പാദ്യമാർഗമാണ്. അവർ സമൂഹത്തിൻ്റെ ചോരയൂറ്റുന്ന രക്ഷസുകളാണ്. അങ്ങനെയുള്ളവരെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. വേറൊരു കാര്യം, പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞ് ഈ ട്രഷറി പൂട്ടുന്ന സാഹചര്യത്തിൽ പോലും സൗജന്യങ്ങൾ കൊടുക്കുന്നത് അനേകരെ കുഴിമടിയരാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, നിലവിലുള്ളതിനെ ഒന്നും നന്നാക്കാൻ കഴിയല, ഏച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മുഴ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ സിസ്റ്റം മാറണം, ഈ സിസ്റ്റം തന്നെ പൊളിച്ചെഴുതണം. ഈ വാക്ക് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിന് ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് ന്യായം പറയുമൊന്നുമല്ല. അദ്ദേഹത്തിന് മാത്രം കാര്യം മനസ്സിലായി, ഇവിടെ നന്നാകണമെങ്കിൽ ഈ സിസ്റ്റം പൊളിക്കാതെ നന്നാകുകയല്ല. അദ്ദേഹം ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. വിദ്യാഭ്യാസവും വിവരവും ദീർഘവീക്ഷണവും ആധുനിക സാമ്പത്തിക ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ആഗോള വികസന മാതൃകകളും കണ്ടു മനസ്സിലാക്കി അത് കേരളത്തിൽ നടപ്പിൽ വരുത്താൻ ശേഷിയുള്ളവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാതെ കേരളത്തിന് സമൂലമായ ഗതിയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ടാൽ മാത്രം പോരാ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ നടപ്പാക്കുമെന്ന് അറിയത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ LDF എന്ന് പറയുന്നത് പക്ക ഇടതുപക്ഷമാണ്, UDF എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ലെഫ്റ്റാണ്. ഇവർക്ക് രണ്ടുപേർക്കും, ഇവർ രണ്ടുപേരും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഇച്ചിരി അങ്ങോട്ട് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2 കൂട്ടരുടെയും ചിന്താഗതികൾ ഏതാണ്ട് ഒരുപോലെ തന്നെ. അതുകൊണ്ടാണ് ഇവർ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് ഒക്കുന്നത്. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ അവസാനം ഇവർ രണ്ടും ഒന്നാണ്. വ്യവസായങ്ങളോടും വ്യവസായ സംരംഭങ്ങളോടും ഇവരുടെ മനോഭാവം സെയിമാണ്. ട്രേഡ് യൂണിയൻ ചിന്താഗതികൾ ഇരു കൂട്ടർക്കും ഒരുപോലെയാണ്. പ്രീണന രാഷ്ട്രീയം ഇരു കൂട്ടർക്കും ഒരുപോലെയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നോക്കുമ്പം ട്രഷറി പൂട്ടുന്ന സാഹചര്യത്തിൽ പോലും സൗജന്യങ്ങൾ അങ്ങ് വിളിച്ച് പറയുക, എവിടെ നിന്ന് എടുത്തു കൊടുക്കുമെന്ന് ഇവന്മാർക്ക് യാതൊരു ബോധവുമില്ല. വിവരവും വിദ്യാഭ്യാസവും ബോധവും ഒന്നും ഇല്ലാത്തവരെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിനും മന്ത്രിയാക്കുന്നതിനും ഇരു കൂട്ടർക്കും ചിന്താഗതി ഒരുപോലെ തന്നെയാണ്. നമ്മൾ നോക്കിയേ, കഴിഞ്ഞ പ്രാവശ്യം VD സതീശൻ പറഞ്ഞു 9584 എന്ന് വായിച്ച ഇവനെ പോലെയുള്ള വിവരദോഷികളെ കൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി നശിക്കുമെന്ന് സതീശൻ പറഞ്ഞിട്ട് സതീശൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി വായിച്ചത് ഇതുപോലെ തന്നെയാണ്, 9534. എന്നാൽ പിന്നെ ഇത് വായിച്ചപ്പോഴേ രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ സതീശൻ പറയണ്ടേ, എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കളുടെ സേവനം മതി, കഴിഞ്ഞ പ്രാവശ്യം ഇതിനു വേണ്ടി ഞാൻ അന്ന് തെറി പറഞ്ഞ അവന്മാരെ, അതുകൊണ്ട് അത് തന്നെ ആ ശിവൻകുട്ടി തന്നെ വേറൊരു പേര് മാറി ഈ പ്രാവശ്യം ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് മാറിക്കോ, വെറുതെ MLA ആയിട്ടിരുന്നോന്ന് പറഞ്ഞോ? ഇല്ല. ശിവൻകുട്ടി പറഞ്ഞാൽ തെറ്റ്, നമ്മുടെ മലപ്പുറം കുട്ടി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. സതീശൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സിസ്റ്റമേ മാറിയേ പറ്റുള്ളൂ. ജനാധിപത്യത്തിൽ ജനമാണ് രാജാവെന്നും രാഷ്ട്രീയക്കാരനും ഉദ്യോഗസ്ഥനും ജനത്തിൻ്റെ സേവകരാണെന്നും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഉറപ്പ് അവരുടെ ഹൃദയത്തിലുണ്ടാകണം. ജനമാണ് സേവകർ, ഇവൻ പണി നമുക്കിട്ട് തന്നാൽ നമുക്കിട്ട് പണി കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ സേവകരാണെന്ന് അവർക്ക് ഉറപ്പുള്ള രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരണം. ഒരിക്കൽ കൂടെ പറയാം, ആധുനിക സാമ്പത്തിക ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ആഗോള വികസന മാതൃകകളും കണ്ട് മനസ്സിലാക്കാനും അതിവിടെ നടപ്പാക്കാനും ആർജവമുള്ള
ഒരു പുതുനിര നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം കേരളത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഈ പ്രശ്നം കേരളത്തിലെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.